മേലുകോട്ടയിലെ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ മേലുകോട്ടയിലെ കല്യാണിക്കുളത്തിൻ്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്ഥലം മേലുകോട്ടയിലെ രായഗോപുര എന്ന സ്ഥലത്തെ വിശേഷങ്ങളാണ്. രായഗോപുര അല്ലെങ്കിൽ രാജഗോപുരം അല്ലെങ്കിൽ മേലുകോട്ടയുടെ ഗേറ്റ് വേ എന്നർത്ഥം വരുന്ന ഈ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണാൻ പരിചയപ്പെടാനും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ. ഇതാണ് മേലുകോട്ടയിലെ രായഗോപുരം അല്ലെങ്കിൽ രാജഗോപുരം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇത് ഒരു ടവറിൻ്റെ അവശിഷ്ടമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകാത്തതുകൊണ്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ കാഴ്ച വളരെ രസകരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ ഗോപാല രായഗോപുര എന്നൊക്കെ ഇവിടെയുള്ള ആൾക്കാർ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 തൂണുകളിലെയും അകത്തെ ചുവരുകളിലെയും കൊത്തുപണികളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കല്ലുകൾ കൊണ്ടാണ് എല്ലാ ഘടനകളും നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന രാജവംശങ്ങൾ, വാസ്തുവിദ്യാ ശൈലികൾ, ഹൈന്ദവ പുരാണങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധം, ഇതെല്ലാം രായഗോപുരയുടെ ഈ തൂണുകളിൽ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. വാസ്തുവിദ്യാ ശൈലിയാണ് സന്ദർശകരെ കൂടുതലും ഇത് കാണാനായിട്ട് ആകർഷിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ മേലുകോട്ടിൻ്റെ ഭൂതകാലത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ രായഗോപുരം എന്ന് പറയുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പാലം, അങ്ങനെയാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഉയർന്ന കവാടം, ചരിത്രപരമായ പ്രാധാന്യം, അതിമനോഹരമായ നിർമ്മിതി, ഇതാണ് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന രായഗോപുരം എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം, അവിടെ കാണുന്ന രാജഗോപുരത്തോട് ഏകദേശ സാമ്യമുള്ള ഒന്നാണ് ഈ കാണുന്ന രായഗോപുര എന്ന് പറയുന്നത്. ഉയരമുള്ള 4 തൂണുകൾ. ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ നിർമ്മിച്ച ഈ ക്ഷേത്രപ്രവേശന കവാടം ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. പാറക്കെട്ടുകൾക്ക് മുകളിലായി കാവേരി താഴ്വരയെ നോക്കി സ്ഥിതി ചെയ്യുന്ന മേലുകോട്ടയിലെ വിശേഷങ്ങൾ വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം. ഈ യാത്രാവിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
searching for greatness in a sea of the dying and shameless. A sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it. And I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring.